ഈ സൃഷ്ടിയിലെ ഏതൊരു വസ്തുവും ഭഗവാന്റെ രചന തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും ആ ഈശ്വരൻ്റെ മക്കളുമാണ്. അച്ഛൻ്റെ സമ്പത്തിന് മക്കൾക്ക് അവകാശമുണ്ട്. അത് കുട്ടിയോട് പറയേണ്ട കാര്യം കൂടിയില്ല. അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ മനുഷ്യന്മാർ കേസ് കൊടുക്കാൻ വേണ്ടി പോവും. എനിക്ക് അച്ഛൻ്റെ പൈസ കിട്ടേണ്ടതാണ്, കിട്ടിയിട്ടില്ല എന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. എന്തിൻ്റെ ആധാരത്തിലാണ്? അത് എൻ്റെ സമ്പത്താണെന്നുള്ള ആധാരത്തിലാണെങ്കിൽ. എൻ്റെ മുത്തശ്ശൻ്റെ സമ്പത്താണെങ്കിൽ പറയേ വേണ്ട, ആ മുത്തശ്ശൻ്റെ സമ്പത്ത് എനിക്ക് തരാതിരിക്കാനായിട്ടുള്ള ഒരു നിയമങ്ങളും ഇല്ല, എനിക്കത് കിട്ടിയേ പറ്റൂ എന്ന് വാദിക്കുന്നു. ഏത് സമ്പത്തിൻ്റെ ആധാരത്തിൽ ചിന്തിച്ചു നോക്കിയേ. അതെൻ്റെ ബർത്ത് റൈറ്റ് ആണ് എങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് പൂർണ്ണമായിട്ട് അവകാശമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇത് ഈ ജന്മത്തിൻ്റെ കാര്യമാണെങ്കിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കാതെ പോകുന്നൊരു സത്യമുണ്ട്. ഈ സൃഷ്ടി, പ്രപഞ്ചം ഭഗവാന്റെ രചനയാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും ഭഗവാന്റെ രചനയാണ്. ഈ ഭഗവാന്റെ കുട്ടിയാണ് ഞാനെന്ന ആത്മ അഥവാ ഞാനെന്ന വ്യക്തി. ഈ റോളിലേക്ക്, ഇങ്ങനൊരു ആക്ടിലേക്ക് എന്നെ പറഞ്ഞയച്ച ആൾ സ്വയം ഈശ്വരനാണ്. അപ്പോൾ ഈശ്വരൻ്റെ കുട്ടിയായ എനിക്ക് എന്ത് ധനമാണെങ്കിലും അത് അളവറ്റതായിരിക്കുന്ന സമ്പത്തും സുഖവും അനുഭവിക്കാനുള്ളതായിട്ടുള്ള റൈറ്റും നമുക്കുണ്ട്. ഈ പ്രപഞ്ചത്തിലേക്ക് ഭഗവാൻ നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞയച്ച സമയത്ത് അളവറ്റതായിരിക്കുന്ന ധനവും സമ്പത്തും നമുക്ക് തന്നു തന്നെയാണ് പറഞ്ഞയച്ചത്. ആ സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ തോട്ട്സും അത്രമാത്രം പെർഫെക്റ്റ് ആയിരുന്നതുകൊണ്ട്, എല്ലാ ഗുണങ്ങൾ കൊണ്ടും സമ്പന്നമായിരുന്നതുകൊണ്ട് ആ ധനവും സമ്പത്തും സുഖവും ഒക്കെ നമ്മൾ അളവറ്റ അനുഭവിച്ചവരുമാണ്.